നമ്മുടെ ചിന്തകളിലെ മാറ്റമാണ് പ്രവർത്തികളിൽ കാണുക. പ്രവർത്തികൾ നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. നമ്മുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തെയും നിർണ്ണയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തണം. വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ചുറ്റുമുള്ളവർ നമുക്ക് തരുന്ന പ്രതികരണങ്ങൾ, നമ്മുടെ ഉള്ളിലെ തന്നെ ചില പ്രതിസന്ധികൾ, അതല്ലെങ്കിൽ ഒരു റീൽസ്, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു സിനിമ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നവയാണ്. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാനുള്ള കഴിവ് സിനിമയ്ക്ക് ഒരുപടി മുന്നിട്ട് നിൽക്കും. കാരണം ഇതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ അഭിനയ മികവും ബാക്ക്ഗ്രൗണ്ടിൽ നൽകുന്ന BGMഉം അതുപോലെ തന്നെ കൊറിയോഗ്രാഫിയും ഒക്കെയും നമ്മുടെ ചിന്തകളെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കും. മലയാള സിനിമയിലെ വിക്രമാദിത്യൻ അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ചിലർക്കത് നല്ല പ്രചോദനമായി മാറാറുണ്ട്. അതുപോലെ പ്രചോദനം നൽകുന്ന 2 സിനിമകളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സിനിമയാണ് കമലി ഫ്രം നടുക്കാവേരി. ഇതൊരു തമിഴ് ചിത്രമാണ്, എങ്കിലും ഇതിൻ്റെ മലയാളം വെർഷൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്. മറ്റൊരാളോടുള്ള പ്രണയത്തെക്കാളും സെൽഫ് ലവിന് പ്രാധാന്യം കൊടുത്തപ്പോഴും പഠനത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുത്തപ്പോഴും കമലിക്ക് വന്ന മാറ്റങ്ങളാണ് വ്യക്തമായി ഈ ചിത്രത്തിൽ പറയുന്നത്. പഠിച്ച് മടുപ്പ് തോന്നുമ്പോഴും തളർച്ച തോന്നുമ്പോഴും വീണ്ടും എഴുന്നേറ്റ് മുന്നേറാൻ ഈ ചിത്രം തീർച്ചയായും നിങ്ങൾക്കൊരു പ്രചോദനമാകും. മാത്രമല്ല ഈ ചിത്രത്തിലൂടെ കപ്പ് എന്ന 3 അക്ഷരം കൊണ്ട് എങ്ങനെ കൃത്യമായി പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. നായികാ പ്രാധാന്യമുള്ള ഈ ചിത്രം കൂടുതലും ഗേൾസിന് കുറച്ചുകൂടി ഇൻസ്പിറേഷൻ നൽകാൻ കഴിയുന്നൊരു ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം മികച്ച ദേശീയ നടനെന്ന ബഹുമതി വിക്രാന്ത് മാസിക്ക് നേടിക്കൊടുത്ത 12th ഫെയിലാണ്. ഏറ്റവും താഴെത്തട്ടിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ എത്തുവാനുള്ള കഷ്ടപ്പാടിൻ്റെ കഥ കണ്ടു തീർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വിത്തുകൾ പാകുവാൻ ഈ ചിത്രത്തിന് കഴിയും എന്നത് ഉറപ്പാണ്. മൂന്നാമതായി എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു വീഡിയോ ആണ്. മുൻ തൃശ്ശൂർ കളക്ടറായിരുന്ന കൃഷ്ണ തേജ സാറിൻ്റെ ഒരു ഉഗ്രൻ സ്പീച്ച്. അദ്ദേഹത്തിൻ്റെ തെലുങ്ക് കലർന്ന മലയാളം സംസാരം നമ്മൾ ആദ്യ അവസാനം വരെ ഇൻട്രസ്റ്റോടെ തന്നെ കേട്ടിരുന്നു പോകും. ഇന്നും എല്ലാവരും എന്നെ ജില്ലാ കളക്ടറാണ് വിളിക്കും. ആരും എന്നെ വിളിക്കാൻ പോകുന്നില്ല. 1ാം തവണ എക്സാം ക്ലിയർ ചെയ്ത ജില്ലാ കളക്ടറാണോ, 2ാം തവണ എക്സാം ക്ലിയർ ചെയ്ത ജില്ലാ കളക്ടറാണോ, 3ാം തവണ എക്സാം ക്ലിയർ ജില്ലാ കളക്ടറിന് ആരും വിളിക്കാൻ പോകുന്നില്ല. അതിൻ്റെ മീനിങ് നമ്മൾ എത്ര തവണ ഫെയിൽ ആകുന്നോ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല. എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അവസാനത്തെ നമ്മളുടെ ഗോൾ നമ്മൾ അച്ചീവ് ആയിട്ടുണ്ടോ അല്ലത് മാത്രമേയാണ് ഇമ്പോർട്ടൻ്റ്. അക്കാഡമിക് തലത്തിലെല്ലാം റാങ്ക് ഹോൾഡറായ അദ്ദേഹത്തിന് എന്തുകൊണ്ട് 3 തവണയും IAS ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നതും അതിനുള്ള കാരണം തൻ്റെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പറഞ്ഞു കൊടുക്കാൻ കഴിയാതിരുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാൽ തിരിച്ചറിഞ്ഞതും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മുടെ കുറ്റവും കുറവുകളും എല്ലാം നമ്മളെക്കാൾ മുമ്പേ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് നമ്മുടെ ശത്രുക്കളായിരിക്കുമെന്ന സത്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഒത്തിരി ആൾക്കാർക്ക് ഫെയില്യൂർ വരും. ഫെയില്യൂർ വന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ആ ഫെയില്യൂർക്ക് വലിയ വലിയ കാരണങ്ങൾ ഉണ്ടാകുമാണ്. പക്ഷേ 90% ഓഫ് ദ ഫെയില്യൂർ കം ഓൺലി ബിക്കോസ് ഓഫ് സ്മോളസ്റ്റ് മിസ്റ്റേക്സ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് IAS കിട്ടാത്തത് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാരണത്തിലാണ്, എൻ്റെ വേ ഓഫ് റൈറ്റിങ്ങിൻ്റെ കാരണത്തിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. ഈ വീഡിയോയുടെയും ആദ്യം പറഞ്ഞ 2 സിനിമകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യവും സമയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം. അതൊരിക്കലും നഷ്ടമാകില്ല.